കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ എഴുത്തിനിരുത്തൽ ഭക്തി നിർഭരം. വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിനായി ആയിരങ്ങളാണ് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലെത്തിയത്. ഇത്തവണയും എഴുത്തിനിരുത്തൽ ചടങ്ങിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭക്തർക്ക് ഏറെ സഹായകരമായി. പുലർച്ചെ 4 മണിയോടെ തന്നെ എഴുത്തിനിരുത്തൽ ചടങ്ങിന് തുടക്കമായി. അറിവിന്റെ അതിദേവതയായ സരസ്വതി ദേവിയുടെ മണ്ഡപത്തിലായിരുന്നു എഴുത്തിനിരുത്തൽ. തിരുവുള്ളക്കാവ് വാര്യത്തെ 60ഓളം ആചാര്യന്മാരാണ് എഴുത്തിനിരുത്തൽ ചടങ്ങിന് കാർമ്മികരായത്. തൊഴുതതിനു ശേഷം നെയ്വിളക്ക് വെച്ച് ആചാര്യന്മാർ കുട്ടികൾക്ക് തീർത്ഥം സേവിക്കാനായി നൽകി. തീർത്ഥം സേവിച്ചതിനെ തുടർന്ന് കുട്ടികളുടെ നാവ് പേന മാതൃകയിലുള്ള നാരായത്തിൽ എടുത്തുവെച്ച് ഹരിശ്രീ എഴുതി. തുടർന്ന് ആചാര്യന്മാർ കുരുന്നുകളെ കൊണ്ട് ഉണക്കലരിയിൽ 51 അക്ഷരങ്ങൾ എഴുതിച്ചു. പായസം, തിരുമധുരം, കദളിപ്പഴം, പ്രസാദം, സാരസ്വത നെയ്യ് എന്നീ നിവേദ്യങ്ങൾ കുട്ടികൾക്ക് കഴിക്കാനായി നൽകി. തുടർന്ന് എഴുതാനുപയോഗിച്ച ഉണക്കലരിയിൽ കുറച്ച് കുട്ടികൾക്ക് പൂജ തുടരാനായി ആചാര്യന്മാർ കൊടുത്തയച്ചു. വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടന്ന എഴുത്തിനിരുത്തൽ ചടങ്ങ് അടുത്ത 2 ദിവസം വീട്ടിലും ആവർത്തിക്കണം. പൂജ ചെയ്തു കൊടുത്തുവിട്ട ഉണക്കലരിയിൽ അക്ഷരങ്ങൾ എഴുതുന്നത് 2 ദിവസം ആവർത്തിക്കുന്നതോടെയാണ് എഴുത്തിനിരുത്തൽ പൂർത്തിയാവുക. തുടർന്ന് എഴുതാനായി ഉപയോഗിച്ച ഉണക്കലരി പായസമാക്കി കഴിക്കാം. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ ഉച്ചവരെ നീണ്ടുനിന്ന എഴുത്തിനിരുത്തൽ വൈകിട്ട് 5 മുതൽ 6 വരെയും തുടർന്നു. പുലർച്ചെ എഴുത്തിനിരുത്തൽ ചടങ്ങിന് തിരക്ക് കുറവായിരുന്നുവെങ്കിലും രാവിലെ 9 മണി മുതൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രം കൗണ്ടറിന് പുറമെ താൽക്കാലിക കൗണ്ടറുകൾ ഭക്തർക്ക് സജ്ജമാക്കിയിരുന്നു. 10,000-ലേറെ കുട്ടികളാണ് എഴുത്തിനിരുത്തൽ ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തിയത്. ഇവർക്കായി 500 കിലോ അരിയുടെ അപ്പം ഭക്ഷണമായും ഒരുക്കിയിരുന്നു. മഹാനവമി ദിവസവും മീനമാസത്തിലെ അത്തം നാളിനുമൊഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട്. മഹാകവി ചങ്ങമ്പുഴ, ഗാനരചയിതാവ് പി. ഭാസ്കരൻ, ഗായകൻ ജയചന്ദ്രൻ, പഴയകാല നടൻ തിക്കുറിശി തുടങ്ങി തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിച്ച പ്രമുഖർക്കൊപ്പം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് പുതിയ കുരുന്നുകളും.